വളരെ ചെറിയ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. ഇതൊരു റീപാക്കിംഗ് ഐഡിയയാണ്. റീപാക്കിംഗ് തന്നെയല്ല, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണിത്. നല്ല രീതിയിൽ ഉണ്ടാക്കി ഗുണമേന്മയുള്ള സാധനം കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോക്കലി തന്നെ നല്ല ബിസിനസ് ലഭിക്കുന്ന ഒരു ഐഡിയ ആണിത്. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സിനെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റോസ് സ്പ്രേ ആണ്. അതിന് എന്തൊക്കെ വേണം എന്ന് നോക്കാം. ആദ്യം വേണ്ടത് റോസ് എസൻസ് ആണ് വേണ്ടത്. അതൊരു 5 to 10 ml വേണം, മില്ലി. പിന്നെ വേണ്ടത് സ്പ്രേ സ്പിരിറ്റ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ കേട്ടിട്ടുണ്ട് എഥനോൾ അല്ലെങ്കിൽ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്ന് കേട്ടിട്ടുണ്ട്. ആ സംഭവമാണ് ഇവിടെ വേണ്ടത്. അത് നമുക്ക് വേണ്ടത് ഏതാണ്ട് 60 ml ആണ്. പിന്നെ വേണ്ടത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. അത് നമുക്കൊരു 30-35 ml വേണം. ഈ 3 ഐറ്റമാണ് നമുക്ക് വേണ്ടത്. ടോട്ടലി ഏതാണ്ട് 100 ml അടുത്ത് വരും. ഇവിടെ നമുക്ക് റോസ് എസൻസ് 5-10 ml, സ്പ്രേ സ്പിരിറ്റ് 60 ml, ഡിസ്റ്റിൽഡ് വാട്ടർ 30-35 ml. ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സാനിറ്റൈസ് ചെയ്ത ഒരു കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് ഈ സ്പ്രേ സ്പിരിറ്റ് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വളരെ സ്ലോലി നമ്മളുടെ റോസ് എസൻസ് ഒഴിക്കുക. അതൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ 3 സാധനം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ദെൻ ഇത് ടാപ്പ് ചെയ്തിട്ട് അടച്ചിട്ട് നമുക്ക് 24 to 48 മണിക്കൂർ വരെ അങ്ങനെ വെച്ചേക്കുക. കാരണം ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഒന്ന് ഇതിനകത്ത് ഇൻഫ്യൂസ് ആകണമെങ്കിൽ കുറേ ടൈം എടുക്കും. അതാകാൻ വേണ്ടിയിട്ട് നമുക്ക് 24 to 48 മണിക്കൂർ വരെ ഇത് അതുപോലെ തന്നെ വെക്കണം. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ, അതായത് എന്തെങ്കിലും കരടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കി ഫിൽട്ടർ ചെയ്യണമെങ്കിൽ വളരെ നൈസായിട്ടുള്ള ക്ലോത്ത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കോഫി അരിക്കുന്ന ആ ഒരു അരിപ്പ അത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം ഒരു ഫണൽ ഉപയോഗിച്ച് നിങ്ങൾ സ്പ്രേ ബോട്ടിൽസ് വാങ്ങിച്ചിട്ടുണ്ടാവും, അതിലേക്ക് ഒഴിച്ച് നിറച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്രോസസ്സ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്പ്രേ ബോട്ടിൽസ് നമുക്ക് കിട്ടും. അത് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. ലേബൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതിന്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ലേബൽ കൂടി ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കീബോർഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ കൊടുക്കണം, നാച്ചുറൽ റോസ് എസൻസ് സ്പ്രേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് ഡിപ്പെൻഡ് അപ്പോൺ യു. എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ കൊടുക്കുക. ഇത് എവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ലോക്കൽ മാർക്കറ്റുകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. മെയിൻലി ഇതിന്റെ കച്ചവടം നടക്കുന്നത് ഉത്സവ സീസണുകളിലാണ്. നമ്മൾ ഡയറക്റ്റ് കച്ചവടം ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ഈ പ്രോഡക്റ്റ് ഉണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലായാൽ മാത്രം മതി. അവർ വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയിക്കോളും, അവർ വിറ്റോളും. ഡയറക്റ്റ് വിൽക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് വേണമെങ്കിൽ ഞാനിവിടെ പറയാം. ഇവിടെ നമുക്ക് റോസ് എസൻസ് ഒരു 5-10 ml വരുമ്പോഴത്തേക്കും 40 രൂപയുടെ അടുത്ത് വരും. പിന്നെ സ്പ്രേ സ്പിരിറ്റ് നമുക്ക് ഒരു 15 രൂപയ്ക്കുള്ളിൽ കിട്ടും. 10 രൂപ 15 രൂപയ്ക്ക് ഇടയ്ക്ക് കിട്ടും. ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്കൊരു 5 രൂപയ്ക്കുള്ളിൽ കിട്ടും. പിന്നെ ഈ ബോട്ടിൽ പ്ലസ് ലേബൽ വരുമ്പോഴത്തേക്ക് അതാണ്ട് ഒരു 15-20 രൂപയാകും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമുക്കൊരു 60, 70, 80 രൂപയ്ക്കുള്ളിൽ നിൽക്കുന്നതാണ്. 100 ml കോസ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇനി ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ്, ഈ 100 ml സെല്ലിംഗ് പ്രൈസ് നമുക്ക് മാക്സിമം വിട്ട് കൊടുക്കാം. പക്ഷെ 100 ml നമുക്കൊരു 150 രൂപ പെർ ബോട്ടിലിന് വിറ്റ് കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു 70 രൂപ തൊട്ട് 90 രൂപ വരെ പ്രോഫിറ്റ് കിട്ടും പെർ ബോട്ടിലിന്. എന്നാൽ ബൾക്കായിട്ട് നമ്മൾ മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് അവർ കച്ചവടം ചെയ്യുന്ന ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ പ്രോഫിറ്റ് റേഷ്യോ കുറച്ച് അവർക്ക് കൂടുതൽ പ്രോഫിറ്റും നമുക്ക് കുറച്ച് പ്രോഫിറ്റും വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 90 രൂപയിൽ നിന്ന് 60 രൂപ അവർക്കും 30 രൂപ നമുക്കും എന്നുള്ള സെറ്റപ്പിൽ വെച്ചാൽ മാത്രമേ അത് വിറ്റ് പോവുകയുള്ളൂ. അതൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം ഒന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.